ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായിട്ട് സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മൾ ചായ ഉണ്ടാക്കുന്ന നേരം മാത്രം മതി, നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഏത്തപ്പഴവും മുട്ടയും വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഏത്തപ്പഴവും 2-3 മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ രുചി. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്, ഒരെണ്ണം മതി കേട്ടോ. ഇനി 2-3 ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒരെണ്ണം വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് മാത്രമായാലും കുഴപ്പമില്ല, ബട്ടർ മാത്രമായാലും കുഴപ്പമില്ല, ഞാൻ രണ്ടും കൂടെ ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ശകലം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ശേഷം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. നമുക്ക് മുന്തിരിങ്ങയും കൂടെ ഒന്ന് ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്ത ശേഷം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇതുപോലെ വറുത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പഴം ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്തിട്ട് വേണം നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ. കണ്ട് ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മുട്ടയാട്ടോ. അപ്പോൾ അതാണ്ട് ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഇനി 3-4 ആയാലും കുഴപ്പമില്ല, ഞാൻ 3 എണ്ണമാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു 6-7 ഏലക്ക കുരു മാത്രം പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഒരു 4-5 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. ഒരു 2 സ്പൂൺ പാല്, വലിയ ടേബിൾ സ്പൂൺ 2 സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഈ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടി വാനില എസൻസ് ആണ്. അപ്പോൾ ഏലക്ക ചേർത്താൽ അതിൻ്റെ ഒരു സ്മെല്ല് വരത്തില്ലെങ്കിൽ പോലും വാനില എസൻസ് ആണെങ്കിൽ കറക്റ്റ് നമുക്കത് മുട്ടയുടെ സ്മെല്ലില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക മാത്രം ചേർത്താലും മതിയേ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ ഇത് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഏത്തപ്പഴം വരട്ടിയ ആ കടായിലോട്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ അരച്ചെടുത്ത മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ നിരത്തി കൊടുക്കണം. ഇതുപോലെ നിരത്തി കൊടുത്ത ശേഷം നമുക്ക് ഇതിന് വേവാൻ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ടും ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ലത്. ഞാനിത് ശകലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ നമ്മൾ മാറ്റി വയ്ക്കുന്നത് ഇടയ്ക്കൊന്ന് ആവി കയറിയ ശേഷം ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണ്ട കേട്ടോ, മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും മതിയേ. ഇനി ഒരു തവ വെച്ചിട്ട് വേണം നമുക്കിത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞ് പിടിക്കുകയും. ഇനി ലോ ഫ്ലെയിം കൂട്ടി കൊടുക്കുകയോ ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ 15-20 മിനിറ്റ് വേണ്ട, 15 മിനിറ്റിനകത്ത് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ അടപ്പിൻ്റെ ഹോളൊന്നും നമുക്ക് ഇതുപോലെ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമേ. ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി കൊടുക്കുകയോ ചെയ്യരുത്. ഇതാണ്ട് ഇത് നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നടുഭാഗം ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റുമേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ അതിനകത്തേക്ക് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാമേ. ഇതിന് കായ്പോളാന്ന് കേട്ടോ പറയുന്നത്. കായ്പോള പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കലക്കി അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റുമേ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഒരു ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഏത്തപ്പഴം മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. തണുത്ത ശേഷം ഞാനിത് കട്ട് ചെയ്തെടുക്കാമേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോള പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിനി ഏത്തപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ.
അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ, താങ്ക്